നമസ്കാരം. പശ്ചിമേഷ്യയിലെ തങ്ങളുടെ സൈനിക താവളങ്ങളെ സംരക്ഷിക്കാൻ ഗൾഫ് രാജ്യങ്ങൾ ഇനിമേൽ അമേരിക്കയ്ക്ക് കവചമായി നിലകൊള്ളില്ല. ഇക്കാര്യത്തിൽ ഇറാൻ തങ്ങളുടെ നിലപാട് വ്യക്തമാക്കിയിരിക്കുകയാണ്. അതായത് ഇറാന്റെ പരമോന്നത നേതാവായ ആയത്തുള്ള മുജിബ് ഖമേനിയാണ് ഇക്കാര്യം വ്യക്തമാക്കിയത്. പവിത്രമായ ഈദ് അൽ അദ്ഹ സന്ദേശത്തിലാണ് ഗൾഫ് മേഖലയിലെ മാറിവരുന്ന രാഷ്ട്രീയ സൈനിക സാഹചര്യങ്ങളെ അദ്ദേഹം നിലപാട് വ്യക്തമായി, അതായത് അദ്ദേഹത്തിന്റെ നിലപാട് ഇക്കാര്യത്തിൽ വ്യക്തമാക്കിയത്. വൻ ശക്തിയായ അമേരിക്കയുടെ സ്വാധീനം ഗൾഫ് മേഖലയിൽ അതിവേഗം ഇടിഞ്ഞുകൊണ്ടിരിക്കുകയാണെന്നും മേഖലയിലെ താവളങ്ങൾ ഇറാന്റെ സൈനിക ലക്ഷ്യങ്ങളിലേക്കാണെന്നും അദ്ദേഹം പറയുന്നുണ്ട്. മേഖലയിൽ അറബ് രാഷ്ട്രങ്ങളുടെയും ജനങ്ങളുടെ മണ്ണും വിഭവങ്ങളും തങ്ങളുടെ അധിനിവേശ താല്പര്യങ്ങൾക്കായി ഉപയോഗിക്കാൻ അമേരിക്കയെ ഇനി അനുവദിക്കില്ല എന്നാണ് ഖമേനിയുടെ നിലപാട്. കാലത്തിന്റെ ചക്രം അല്ലെങ്കിൽ കാലചക്രം ഇനി പിന്നോട്ട് തിരിക്കാനാകില്ല എന്നതാണ്, അത് സത്യമായ കാര്യമാണ്. തങ്ങളുടെ ആക്രമണങ്ങൾക്കും സൈനിക സാധ്യതകൾക്കും അല്ലെങ്കിൽ സൈനിക സാന്നിധ്യത്തിനും ഒളിത്താവളം ഒരുക്കാൻ അമേരിക്കയ്ക്ക് ഗൾഫ് മണ്ണിൽ ഇനി സുരക്ഷിതമായ ഒരിടവും ബാക്കിയുണ്ടാകില്ല എന്ന നിലപാടിലാണ് ഇറാൻ. അല്ലെങ്കിൽ അത് ബാക്കി അവശേഷിപ്പിക്കില്ല. ഗൾഫ് രാജ്യങ്ങൾ തങ്ങളുടെ പരമാധികാരം തിരിച്ചറിഞ്ഞ് അമേരിക്കൻ അജണ്ടകളിൽ നിന്നും പിന്മാറണമെന്ന കാര്യം പരോക്ഷമായി ആഹ്വാനം ചെയ്തിട്ടുണ്ട്. അതേസമയം ഈ കടുത്ത ആഭ്യന്തര വിദേശ നയപ്രഖ്യാപനങ്ങൾക്കിടയിലും യുദ്ധം പൂർണ്ണമായി അവസാനിപ്പിക്കുന്നത് ലക്ഷ്യമിട്ട് ഇറാനും അമേരിക്കയും തമ്മിലുള്ള നിർണായകമായ സമാധാന ചർച്ചകൾ പിന്നാമ്പുറത്ത് സജീവമാവുകയാണ്. ഒമാന്റെയും മറ്റ് അന്താരാഷ്ട്ര ശക്തികളുടെയും മധ്യസ്ഥതയിലുള്ള ഇരു രാജ്യങ്ങളും തമ്മിൽ നിലവിലുള്ള യുദ്ധാവസ്ഥയ്ക്ക് വിരാമമിടാൻ ലക്ഷ്യമിട്ടുള്ള 14 ഇന ധാരണാപത്രം സംബന്ധിച്ച് ഏകദേശ ധാരണയിലെത്തിയതായാണ് ഇറാന്റെ വിദേശകാര്യ മന്ത്രാലയം ഔദ്യോഗികമായി സ്ഥിരീകരിച്ചു കഴിഞ്ഞു. പ്രസ്തുത സമാധാന കരാർ യാഥാർത്ഥ്യമാകുന്നതോടെ മേഖലയിൽ നിലനിൽക്കുന്ന കടുത്ത യുദ്ധ സാഹചര്യത്തിന് ഒരു താൽക്കാലികമായ വിരാമമുണ്ടാകും. കൂടുതൽ ആഴത്തിലുള്ള ചർച്ചകൾക്കും ശാശ്വത പരിഹാരത്തിനുമായി ഇരുപക്ഷത്തിനും 60 ദിവസത്തെ സമയം അനുവദിക്കാനാണ് ഈ പുതിയ ധാരണാപത്രത്തിലൂടെ ലക്ഷ്യമിടുന്നത്. മാസങ്ങളായി തുടരുന്ന ഉപരോധങ്ങൾക്കും സൈനിക നീക്കങ്ങൾക്കും ശേഷം പശ്ചിമേഷ്യയിൽ സമാധാനം പുനഃസ്ഥാപിക്കാനുള്ള ഏറ്റവും വലിയ നയതന്ത്ര നീക്കമായാണ് അന്താരാഷ്ട്ര നിരീക്ഷകർ ഈ ചർച്ചകളെ വിലയിരുത്തുന്നത്. ആഗോള സമ്പദ് വ്യവസ്ഥയുടെ ജീവനാഡിയായ ഹോർമൂസ് കടലിടുക്കിലൂടെയുള്ള സുരക്ഷിതമായ ചരക്കു നീക്കവും അന്താരാഷ്ട്ര കപ്പൽ ഗതാഗതവും ഉറപ്പാക്കുക എന്നതാണ് ഈ ചർച്ചകളിലെ ഏറ്റവും പ്രധാനപ്പെട്ട വിഷയം. ഇതിന് പകരമായി ഇറാൻ തുറമുഖങ്ങൾക്കുമേൽ അമേരിക്ക ഏർപ്പെടുത്തിയിട്ടുള്ള കടുത്ത നാവിക ഉപരോധം പൂർണ്ണമായും നീക്കം ചെയ്യണമെന്ന ആവശ്യത്തിലാണ് ചർച്ചകൾ പ്രധാനമായും കേന്ദ്രീകരിച്ചിരിക്കുന്നത്. ഉപരോധം മൂലം തകർന്ന തങ്ങളുടെ സാമ്പത്തിക മേഖലയെ ഉത്തേജിപ്പിക്കാൻ ഇറാൻ ഈ നയതന്ത്ര നീക്കത്തിലൂടെ ശ്രമിക്കുന്നുണ്ട്. ഇതിനു പുറമെ യുറേനിയം സമ്പുഷ്ടീകരണവുമായി ബന്ധപ്പെട്ട തങ്ങളുടെ വലിയ ഒരു വിഭാഗം യുറേനിയം ശേഖരം കൈവിടാൻ ഇറാൻ തയ്യാറായേക്കുമെന്നാണ് സൂചനകൾ. എന്തായാലും ചില മുതിർന്ന അമേരിക്കൻ ഉദ്യോഗസ്ഥർ ഇക്കാര്യം വ്യക്തമാക്കുന്നുണ്ട്. അന്താരാഷ്ട്ര തലത്തിലുള്ള ആണവായുധ നിർമ്മാണത്തെക്കുറിച്ചുള്ള ആശങ്കകൾ കുറയ്ക്കാൻ വേണ്ടി ഇറാൻ നടത്തുന്ന വിട്ടുവീഴ്ചയാണ് ഇത് വ്യാഖ്യാനിക്കപ്പെടുന്നത്. ഇക്കാര്യം ഒരു വിട്ടുവീഴ്ചയായാണ് വിദഗ്ധർ വിലയിരുത്തുന്നത്. ആണവ പദ്ധതികളുടെ സമ്പൂർണ്ണ നിർമ്മാർജ്ജനത്തെക്കുറിച്ചും ഇരു രാജ്യങ്ങളും തമ്മിൽ ഇപ്പോഴും പൂർണ്ണമായും യോജിപ്പിലെത്തിയിട്ടില്ല. നയതന്ത്ര തലത്തിൽ കാര്യമായ മുന്നേറ്റം അവകാശപ്പെടുമ്പോഴും ഇറാന്റെ ആണവ പദ്ധതിയുടെ ഭാവി, അവരുടെ കൈവശമുള്ള അത്യാധുനിക ബാലിസ്റ്റിക് മിസൈൽ ശേഷി, മേഖലയിലെ സായുധ ഗ്രൂപ്പുകളുള്ള പിന്തുണ എന്നിവ സംബന്ധിച്ച് ഇരുപക്ഷവും തമ്മിൽ ഇപ്പോഴും കടുത്ത തർക്കങ്ങളും വിയോജിപ്പുകളും നിലനിൽക്കുന്നുണ്ട്. അമേരിക്കൻ ഭരണകൂടം മുന്നോട്ട് വെക്കുന്ന കടുത്ത നിബന്ധനകൾക്കൊപ്പം പൂർണ്ണമായി വഴങ്ങാൻ, അതായത് ഈ നിബന്ധനകളോട് പൂർണ്ണമായും വഴങ്ങാൻ ഇറാനിലെ തീവ്ര നിലപാടുകാർ തയ്യാറായിട്ടില്ല എന്നതാണ് പുതിയൊരു കാര്യം. അതായത് നയതന്ത്ര പ്രതിനിധികൾ തമ്മിലുള്ള ചർച്ചകൾ അവസാന ഘട്ടത്തിലാണ് എങ്കിലും ഇറാന്റെ പരമോന്നത ദേശീയ സുരക്ഷാ കൗൺസിലിന്റെ കൃത്യമായ പരിശോധനയ്ക്കും ഔദ്യോഗിക അംഗീകാരത്തിനും ശേഷം മാത്രമേ ഈ 14 ഇന കരാറിൽ അന്തിമ തീരുമാനമുണ്ടാകാൻ സാധ്യതയുള്ളൂ. സുരക്ഷാ കൗൺസിലിന്റെ പച്ചക്കൊടി ലഭിച്ചാൽ മാത്രമേ കരാറിന് നിയമസാധ്യത ലഭിക്കുകയുള്ളൂ എന്നതിനാൽ വരും ദിവസങ്ങളിൽ രാഷ്ട്രീയ നീക്കങ്ങൾ അതീവ നിർണായകമാകും. എന്താവും ആ നീക്കങ്ങൾ എന്ന് നമുക്ക് കാത്തിരുന്ന് തന്നെ കാണാം.